നിങ്ങൾ അറിഞ്ഞ നമ്മുടെ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിച്ച് ലോക പോലീസ് ചമഞ്ഞ് നടന്ന നമ്മുടെ ട്രംപ് മാമനില്ലേ, എല്ലാം ചുരുട്ടിപ്പറക്കി അങ്ങ് പോയെന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും 4-5 മാസം നിർത്താതെ ഈ പറയുന്ന ട്രംപ് മാമനും ഡ്രാക്കുള നെതന്യാഹു എല്ലാം കൂടെ ഇവന്മാരുടെ കയ്യിലിരിക്കുന്ന അത്യാധുനിക വെടിക്കോപ്പുകളും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഇറാനെ ഭസ്മമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. അവസാനം ഇറാന്റെ 2-3 പൂട കൊഴിഞ്ഞു പോയതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ ഇവന്മാരെ കൊണ്ട് സാധിച്ചു? ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരും പിശാചിന്റെ സന്തതികളുമായിട്ടുള്ള ഈ 2 ചെറ്റകളും സത്യം പറയാനുള്ളൂ അവിടുത്തെ ജനങ്ങളെയാണ് ഈ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക പോലീസൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് അവസാനം എന്തേ ട്രൗസറും കീറി അവിടുന്ന് ഓടിയെന്നാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴല്ലോ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. കാരണം ഇത് പറയുന്നത് നമ്മളൊന്നും അല്ലെന്നേ. അതല്ലേ ഇതിലും വലിയ രസം. ഈ അമേരിക്കയിൽ ജോലി ചെയ്ത് അവന്റെ പൈസയും തിന്നിട്ട് അവനെ തെറി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെ കേട്ടോ. നമ്മുടെ തനിനാടൻ മൊട്ട ജൂനിയർ മാൻട്രേക്കായിട്ടുള്ള അണ്ണൻ അറിയാലോ. അണ്ണൻ ഈ യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് ഇന്നലെ വരെ അണ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ മൊത്തം അമേരിക്ക ഇറാൻ ഇസ്രയേൽ, അമേരിക്ക ഇറാൻ ഇസ്രയേൽ, ഇതാണ് അണ്ണൻ്റെ കണ്ടന്റ്. അണ്ണനല്ലാതെ വേറെ ഒരു കണ്ടന്റിനെ കുറിച്ചും വീഡിയോ ചെയ്യാറില്ല. എന്താണെങ്കിലും നമ്മുടെ ട്രംപ് മാമൻ തുന്നം പാടി ഓടിയെന്നാണ് നമ്മുടെ മൊട്ട മാമൻ പറയുന്നത്. മൊട്ട മാമൻ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈയടിച്ചേക്കണം. കാരണം ചില മാസ് ഡയലോഗൊക്കെ അണ്ണൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കയ്യടി നല്ല പടപടാന്ന് നടക്കട്ടെ. അണ്ണൻ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ട്രംപ് ഊമ്പിപ്പോയി, ട്രംപ് തോറ്റു തൊപ്പിയിട്ട് പോയി. ട്രംപിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ഇമാജിൻ ചെയ്തില്ല ട്രംപ് ഇങ്ങനെ സ്ക്രൂ അപ്പ് ചെയ്യുമെന്ന്. ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് പൊട്ടനെ പോലെ അമേരിക്ക വിജയിച്ചു, യുദ്ധത്തിൽ വിജയിച്ചു 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 വിജയിച്ചു. എവിടെ, എന്ത് മാങ്ങത്തിൽ വിജയിച്ചത്? അമേരിക്കയുടെ പേര് കളഞ്ഞു. വേൾഡ് പവർ എന്നുള്ള ആ പേരിന് അദ്ദേഹം കളങ്കം ചാർത്തി. ഈ യുദ്ധം കൊണ്ട് അദ്ദേഹം ഇറാനെ ഒരു പ്രാദേശിക ശക്തിയായി ഉയർത്തി. അല്ലെങ്കിൽ തന്നെ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് പാരയായിരുന്നു, അവർക്ക് കിടക്കപ്പൊറുതി ഉണ്ടായിരുന്നില്ല. അതുപോലത്തെ പ്രശ്നങ്ങളാണ് ഈ ഇറാൻ അവർക്ക് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പ്രാദേശിക ശക്തി എന്നുള്ള നെറ്റിപ്പട്ടം കൂടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് കിടക്കപ്പൊറുതി ഉണ്ടാകുകയില്ല. ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, ഈ ദുബായ്, ഇവരെല്ലാം പറഞ്ഞ ട്രംപിനോട് യുദ്ധം ഇങ്ങനെ നിർത്തരുത്, പൊടുന്നനെ നിർത്തരുത് എന്ന്. പ്രത്യേകിച്ചും ഇസ്രായേൽ വളരെ അൺഹാപ്പിയാണ് സ്വാഭാവികമായിട്ടും, ഓഫ് കോഴ്സ് സ്വാഭാവികമായിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ പോയത്? ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ തന്നെ. ഇങ്ങനെ വലിയ തത്വങ്ങളും വലിയ വേദങ്ങളും വലിയ ഉദ്ദേശങ്ങളും വെച്ചിട്ടാണ് ട്രംപ് ഈ പണിക്ക് പോയത്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹം സാധിച്ചോ? എനിത്തിങ്, നത്തിങ്. ആണവ ചർച്ചകൾ പിന്നീട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കും, അത് അടച്ചത് ഇദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടാണ് അടച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതനുസരിച്ച് ഉപരോധം, നേവൽ ബ്ലോക്കേഡ് പിൻവലിക്കും. പിന്നെ അതിൻ്റേതായ മുറയ്ക്ക് ഫ്രോസൺ ആസറ്റ്സ് ഇറാൻ്റെ, അത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ട്. ആ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അമേരിക്ക അൺഫ്രീസ് ചെയ്യും. അപ്പം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് വിജയിച്ചത്? വിജയിച്ചത് ഇറാനാണ്. ആരാണ് ഹീറോ? ട്രംപാണോ? അല്ല, അരാക്ഷിയാണ് ഹീറോ. അരാക്ഷിയാണ് ഇപ്പോഴത്തെ പോസ്റ്റർ ബോയ്. ട്രംപ് ആരായിപ്പോയി? ട്രംപ് എനിക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ട് ട്രംപ് ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നു. ട്രംപ് ഈ യുദ്ധം എന്തുകൊണ്ട് അകാലത്തിൽ നിർത്തി എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അന്ന് ആ ബോംബിങ് ചടയെന്ന് നിർത്തുന്നതിന് പകരം 2 ആഴ്ചയും കൂടി ബോംബിങ് കണ്ടിന്യൂ ചെയ്തിരുന്നു എന്ന് വരിൽ ഇറാനെ ഇല്ലാതാക്കാമായിരുന്നു.
ഇതിലിപ്പോൾ സഹിക്കാൻ പോകുന്നത് ഇറാനിയൻ ജനതയാണ്. ഇനിയിപ്പോൾ ഇറാനെ തൊട്ട് കളിക്കാനായിട്ട് അമേരിക്ക പോകില്ല. കാരണം ഇറാൻ അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കും അവരധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അവർക്ക് അമേരിക്കയെ പേടിയില്ല. ഒരു ശക്തിയെയും ഭയപ്പെടേണ്ട ആവശ്യം അവർക്കില്ല. അമേരിക്ക വെറും പുല്ല്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയത് ഇറാനിയൻ ജനതയാണ്. ലോകം നിശബ്ദമാണ്. സ്വന്തം ജനങ്ങളെ കുരുതികൾ ചെയ്യുന്ന, കൊന്നൊടുക്കുന്ന ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുവാനായിട്ട് ഒരു മനുഷ്യൻ റെഡിയാകുന്നില്ല. അതിനു മുമ്പോട്ട് ഇറങ്ങിയ ട്രംപിനെ രാക്ഷസവൽക്കരിക്കുകയാണ് ലോകം ചെയ്തത്. അതിനുള്ള പെനാൽറ്റി കൊടുക്കാൻ പോകുന്നത് പാവപ്പെട്ട ഇറാനിയൻ ജനതയാണ്. കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ട്രംപ് ചെയ്തത് വലിയൊരു ഡിസ്സർവീസാണ്. ഡിസ്സർവീസ്. ഇറാനിയൻ ജനതയ്ക്ക് ഇനി അടുത്ത കാലത്തെങ്ങും മോചനമില്ല. കാരണം ഇറാനെ ഒരു ഗൾഫ് രാജ്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേർഷ്യ, സിമ്പിൾ ഒരു പേർഷ്യ എന്നുള്ള രാജ്യത്തിനുപരി അദ്ദേഹം ഒരു പ്രാദേശിക ശക്തി, ഒരുപക്ഷെ ഒരു ആണവ ശക്തിയായിട്ട് ഉയർത്തി എന്നുള്ളതാണ് സത്യം. ഇതുവരെ ഇറാനെ ഒരു ഭയത്തിൻ്റെ കീഴിൽ നിർത്താമായിരുന്നു. അമേരിക്കൻ ശക്തി അവിടെ ഉണ്ട് എന്നുള്ള ആ ഭയം അവർക്കുണ്ടായേനെ. ഇപ്പോൾ അവർക്ക് അമേരിക്ക പുല്ലാണ്, പുല്ല്. അതിൻ്റെ തൻ്റെ ഇടം അവർ സ്വന്തം ജനതയോടും അതിൻ്റെ തൻ്റെ ഇടം അവർ അവരുടെ അയൽ രാജ്യങ്ങളോടും കാണിക്കും. അതുകൊണ്ട് ട്രംപ് ചെയ്തൊരു ഡിസ്സർവീസാണ്. ഒരു സംശയമില്ല. താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മുടെ ജൂനിയർ മാൻഡ്രയ്ക്ക് തനിനാടൻ മൊട്ടയണ്ണൻ ഒരു സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞു. ട്രംപ് മൂഞ്ചി. ട്രംപ് മാത്രമല്ല കേട്ടോ, ട്രാക്കുളായിട്ടുള്ള നെതന്യാഹുവും മൂഞ്ചിട്ടുണ്ട്. ഇവന്മാർ രണ്ടുപേരും ഇവൻ്റെയൊക്കെ കൂടെ നിൽക്കുന്ന മറ്റ് സഖ്യകക്ഷി രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇറാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഞങ്ങൾ മാറ്റിക്കളയെന്നും പറഞ്ഞ് വലിയ വീമ്പിളക്കിയാണ് വന്നത്. അവസാനം 8ന്റെ പണിയാണ് ഇവന്മാർക്കൊക്കെ കിട്ടിയത്. നല്ല രീതിയിൽ, നല്ല മൂട്ടിന് നല്ല രീതിയിൽ ഇറാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത മിസൈൽ ഇവൻ്റെയൊക്കെ ആസനത്തിലേക്കാണ് വിട്ടുകൊടുത്തത്. ഏതായാലും ഈ ട്രംപും നെതന്യാഹു എല്ലാം നേരിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നതും നമ്മുടെ ഈ മലയാളിയായിട്ടുള്ള തനിനാടൻ മൊട്ടയെടുത്തായിരുന്നു കേട്ടോ. ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ദിവസവും 5-6 വീഡിയോസൊക്കെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് ഇട്ടോണ്ടിരുന്ന മാമനാണ് ഇപ്പോൾ പറഞ്ഞത്, ട്രംപ് മാമൻ ഊംഫി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ സംഖ്യകൾക്കും ക്രിസംഖ്യകൾക്കൊക്കെ എങ്ങനെ സഹിക്കും അവർ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അവരുടെയൊക്കെ നെഞ്ചിൽ ഉള്ള ആ ഒരു വേദന എത്രത്തോളം ഉണ്ടെന്നും. കേരളത്തിലെ ക്രിസംഖ്യക്കും സംഖ്യകൾക്കൊക്കെ ഇതൊക്കെ സഹിക്കുമോ? ഈ അണ്ണൻ പറഞ്ഞ 2-3 മറുപടി കൊടുക്കണം. ജനതയെ ഇറാൻ കൊന്നൊടുക്കുമെന്നാണ് ഈ വേട്ടാവളിയൻ അമ്മാവൻ വന്ന് പറയുന്നത്. അമ്മാവനോട് എനിക്ക് പറയാനുള്ളത്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയും രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരും അവരുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നടപ്പാക്കും. അത് നമ്മുടെ രാജ്യത്തിലും ഉണ്ടല്ലോ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ. അവനവൻ്റെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റ് ശത്രു രാജ്യങ്ങൾക്ക് ഒറ്റുകൊടുക്കുകയാണെങ്കിൽ പിന്നെന്ത് കൈ കെട്ടി നോക്കിയിരിക്കുമോ? കാരണം നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ സംഖ്യമാണങ്ങളെല്ലാം ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് എത്ര രഹസ്യങ്ങളാണ് ചോർത്തി കൊടുത്തത്. ഇവന്മാരെ ആരെങ്കിലും ഇവിടെ തട്ടുന്നെങ്കിൽ കണ്ടിട്ടോ? അവരൊക്കെ വാനോളം പുകഴ്ത്തു. എന്നാൽ അവൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീരുമാനം എടുക്കും അല്ലേ? അതാണ് നമ്മളും അവരും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം എന്നുള്ളത്. ഒരു സത്യം നമ്മുടെ മാൻഡ്രേ കണ്ണൻ വിളിച്ചു പറഞ്ഞതിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും മൂഞ്ചിയ കഥകൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ വരും. അണ്ണൻ്റെ ഒരുപാട് വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോയ്ക്കുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മനസ്സറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. പോയി വരാം.